ശാരദാമ്മയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്തെങ്കിലും രീതിയിൽ പരിഹരിച്ചില്ലെങ്കിൽ അത് പിന്നെ മറ്റു പല രോഗാവസ്ഥകളിലേക്ക് മാറാമെന്ന്. അത് ശരി തന്നെയാ. ചികിത്സയ്ക്കായിട്ട് അമ്മയെ വിളിച്ചോണ്ട് പോയത് അച്ഛനാണെന്ന് ശാരികേച്ചിയും ശ്യാമയും കണ്ടതാ. അച്ഛൻ പറഞ്ഞിട്ട് അമ്മയ്ക്കുള്ള ഡ്രസ്സ് ഒരു ബാഗിലാക്കി അവരാ കൊടുത്തത്. അമ്മയെ ആശ്രമത്തിലെ ഡോക്ടറെ കാണിച്ച് അമ്മയുടെ എല്ലാ ക്ഷീണാവസ്ഥയും മാറ്റി തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞ് അച്ഛൻ അമ്മയെ കൊണ്ടുപോയെന്നാ അവര് പറയുന്നത്. പക്ഷെ ഇവരീ പറയുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ സമ്മതിക്കുന്നില്ല. അച്ഛൻ ഇവിടെ വന്നിട്ടില്ലെന്നും അമ്മയെ കൂട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്നുമാ പറയുന്നത്. ചായ. പിന്നെ ആരാ അമ്മയെ കൂട്ടിക്കൊണ്ടു പോയേ? അച്ഛൻ പറയുന്നതാണോ ശരി, ശാരികേച്ചിയും ശ്യാമയും പറയുന്നതാണോ? ആരും ഒരാള് ഇതില് കള്ളം പറയുന്നുണ്ട്. ആർക്കൊരു ദോഷവും വരുത്താതെ എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിച്ച് എന്റെ അമ്മയ്ക്ക് ഇതെന്താ സംഭവിച്ച? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാത്തോണ്ട് ഞാൻ രേഷ്മയെ കാണാൻ വന്നത്. അമ്മയുടെ ആ സമയങ്ങളില് രേഷ്മയായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നല്ലോ. അമ്മയെ കാണാൻ രേഷ്മ വീട്ടിൽ പോവാറുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു ശാരികേച്ചിയുടെയും ശ്യാമയുടെയും പ്രതികരണം? അമ്മയായിട്ട് അവര് വഴക്കോ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടിക്കലോ അങ്ങനെ എന്തെങ്കിലും രേഷ്മയുടെ കണ്ണിപ്പെട്ടായിരുന്നോ? ശാരദാമ്മ എത്രത്തോളം ഒതുങ്ങാമോ അത്രത്തോളം ഒതുങ്ങിയാ അവിടെ കഴിഞ്ഞോണ്ടിരുന്നത്. ശ്യാമയുടെ കയ്യിലേക്ക് ആ വീടും പറമ്പും കൊടുത്തിട്ട് ശാരദാമ്മ ശാലിനിയുടെ കൂടെ വന്ന് നിൽക്കുമെന്ന് ശ്യാമ കൂടെ കൂടെ പറയുന്നുണ്ടെന്ന് ശാരദാമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രോഹിത്തും കൂടി അവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു മോഹം ശ്യാമയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. മാത്രമല്ല ശാരദാമ്മയ്ക്ക് കൂടുതൽ സ്നേഹം ശാലിനിയോടാണെന്നും ഇനിയുള്ള കാലം സത്യാമ്മയുടെ വീട്ടിലെ ശാലിനിക്കൊപ്പം വന്ന് നിൽക്കാനും അവരാഗ്രഹിച്ചിരുന്നു. ഇതെനിക്കൊരു പുതിയ അറിവാ രേഷ്മ. ചില സമയങ്ങളിൽ ശ്യാമയുടെ ആഗ്രഹം അവൾ എന്നോടും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഓരോ ആഗ്രഹങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കണക്കാക്കിയുള്ളൂ. ഞാൻ ആ വീട്ടിൽ വരുന്നതിന് ശാരികയും ശ്യാമയും കൂടി എന്നെ തടഞ്ഞിട്ടുണ്ട്. ഞാൻ കാരണമാണ് അവരുടെ അമ്മയ്ക്ക് ഡിപ്രഷൻ വരുന്നതെന്ന്. ഞാൻ ചെല്ലുന്നത് ശാരദാമ്മയ്ക്കൊരു ആശ്വാസമായിരുന്നു. അതെന്നോട് ശാരദാമ്മ പറഞ്ഞിട്ടുമുണ്ട്. ഇനി അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ശാരദാമ്മ ആ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതാവോ? എന്നിട്ടവര് അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയെന്നൊക്കെ കള്ളം പറയുന്നതാവോ? എന്തിന്? അതുകൊണ്ട് എന്താ ഇവർക്കുള്ള ഗുണം? ആലോചിച്ച പല ഗുണങ്ങളും ഉണ്ട്. എല്ലാവരും നോക്കുന്നത് അവനവന്റെ നിലനിൽപ്പല്ലേ ശാലിനി. അപ്പോ